ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പവർഫുൾ ഒരു എപ്പിസോഡുമായിട്ടാണ്. പവർഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ പരിചയപ്പെടാം. ഹലോ എവ്രിവൺ, ഹായ് ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഈ ടീമിന്റെ പേരാണ് നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി. എന്താണ് ഈ നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി എന്നുള്ളത് ഞാൻ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. അച്ചുറിന്റെ മുടിക്കാരിയാണ് ജയലക്ഷ്മി. ഹായ് ജയലക്ഷ്മി. ഹലോ. ജയലക്ഷ്മി നടത്തുന്ന അക്കാഡമിയുടെ പേരാണ് നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി. അതെ, ഒരു മോഡലിംഗ് അക്കാഡമിയാണ്. അപ്പോൾ മോഡൽ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, റാംബോക്കിൽ കൂടെ അടിപൊളിയായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ജയലക്ഷ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി. യെസ്, നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മിയെ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഫേസ് ബൈ ജയ. ഇപ്പോഴത്തെ ഈ മുഖം ആയിരിക്കത്തില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ, പിന്നെ വേറെ മുഖമായിരിക്കും. ഈ ഹൈറ്റ് ഒക്കെ വെച്ച് എനിക്ക് എന്തായാലും വരാൻ പറ്റുമായിരിക്കില്ല അല്ലേ? എന്താ നടത്തം ഒന്ന് ശരിയാക്കണം. യെസ്, ശരിയാക്കാം, സമയമുണ്ട്. നമ്മൾ ഇനി ഒരു എപ്പിസോഡ് ഒരുമിച്ചുണ്ടല്ലോ, അതുകൊണ്ട് ആദ്യം നമുക്ക് അങ്ങ് ചിരിച്ച് നമ്മുടെ സ്മൈലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ബോഡിയും ആറ്റിറ്റ്യൂഡും കറക്റ്റ് ചെയ്യാം. ഇപ്പം ചിരിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? റെഡി ആണെങ്കിൽ ഇതേ സന്തോഷത്തോടെ പോകുന്നു സ്കിറ്റ്. ഹലോ 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 CKPT കോളേജാണോ? അതെ, കോളേജാണ്. പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത്. സാറേ ഞാന് അഡ്മിഷൻ നിർത്തിയാ സാറേ? അഡ്മിഷൻ നിർത്തിയില്ലല്ലോ, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ ഇവിടെ. അയ്യോ, ഞാൻ എന്റെ മോനെയും കൊണ്ട് അവിടെ ഓഫീസ് റൂമിന്റെ അവിടെ വന്നപ്പോ അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞു സാറേ. ആര് പറഞ്ഞ അഡ്മിഷൻ ഇല്ലാന്ന്? ഇവിടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ സാറേ ഓഫീസ് റൂമിന്റെ വാതിലിൽ നോ അഡ്മിഷൻ എന്ന് എഴുതി വെച്ചേക്കണ് സാറേ. അയ്യോ, അത് പ്രവേശനം ഇല്ലാന്നാണ് എഴുതി വെച്ചതാണ്. അതായിരുന്നാ? ആ, ഞാൻ ചെറുകയും കൊണ്ടെങ്കിൽ വീട്ടിൽ വന്നു സാറേ. വീട്ടിൽ വന്നാ അത് ശരി. പെട്ടെന്ന് വന്നാ ചിലപ്പോ കിട്ടും, ഒരു സീറ്റ് ഒഴിവുണ്ട്, അതേ ഉള്ളൂ. അയ്യോ, കുഞ്ഞ് ചന്തിയുള്ള ഒരു ചെറുക്ക അറ്റത്ത് എവിടെയെങ്കിലും ഇരുന്നോളൂ സാറേ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് വന്നോളൂ, നോക്കാം കേട്ടാ. ഓക്കെ സാറേ, ഓക്കെ. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, വരട്ടെ വരട്ടെ, ഒപ്പിടാൻ വരട്ടെ. ഇപ്പൊ സമയത്തിനായി 9 മണിക്കാണ് നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് കയറേണ്ടത്, അറിയാലോ. ഇപ്പൊ 10 മണിയായി. എന്തായിരുന്നു ലേറ്റ് ആയ കാരണം? അയ്യോ സാറേ, അത് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ വന്ന ബസ്സിലേ ഒരു സ്ത്രീ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയി. മാല മാത്രമേ പോയുള്ളൂ? ഇല്ല, മാലയുടെ കൂടെ സ്ത്രീയും പോയി. സ്ത്രീ പോയോ? അതല്ല ചോദിച്ചത്. മാല മാത്രമേ പോയല്ലോ, കമ്മലോ വല്ലതും പോയോന്ന് ചോദിച്ചത്. അതൊന്നും പോയിട്ടില്ല. അതെയാ? ആളെ കണ്ടോ നിങ്ങള്? ആളെ കണ്ട്. നല്ല നീലയിൽ ചുമന്ന ബോർഡറുള്ള ഷിഫോൺ സാരി, ഒരു കയ്യില് നീല കളർ വള, ഒരു കയ്യില് ഒരു ചുവപ്പ് കളർ 10 വള ഉണ്ടായിരുന്നു. പിന്നെ കാതില് 2 ജിമുക്ക ഉണ്ടായിരുന്നു. പിന്നെ മേക്കാതൊക്കെ 3 കുത്തിയിട്ടുണ്ട്, വെള്ള കളർ സ്റ്റോൺ ആയിരുന്നു. പിന്നെ 2 കയ്യിലും കൂടെ 3 മോതിരം ഉണ്ടായിരുന്നു. അതിൽ ഒരു മോതിരത്തിന് ചുമന്ന കളർ ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ. ഒരു ബാഗും ഉണ്ടായിരുന്നു. ബാഗ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആളെ കണ്ടാ തിരിച്ചറിയാം. അതറിയില്ല. അതെന്താ? ഞാൻ മുഖം ശ്രദ്ധിച്ചില്ല. അത് ശരി, മുഖം ശ്രദ്ധിച്ചില്ലേ? ഇല്ല. അത് ശ്രദ്ധിക്കണ്ടേ മുഖം? പിന്നെ ഒന്ന് പോ സാറേ. പിന്നെ നമ്മൾ സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോ കേറുന്ന സ്ത്രീകളുടെ മുഖം ആര് നോക്കുന്ന? അവരുടെ ആടെ ആഭരണങ്ങളല്ലേ നമ്മൾ നോക്കുള്ളൂ. ബെസ്റ്റ് ടീമാണ്. അത് പോട്ടെ, അത് ഇന്ന് ലേറ്റ് ആയിരുന്നു. ഇന്നലെ ലേറ്റ് ആണ്, എന്താ പ്രശ്നം? അത് ബസ് ലേറ്റ് ആയത് ഞാനല്ല. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. അത് ഞാൻ അവരോട് പറഞ്ഞോളാം. ആരോട്? ബസിന്റെ ഡ്രൈവറോട് ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ലേറ്റ് ആവുന്ന പറഞ്ഞത്. ശരി, ലേറ്റ് മനസ്സിലായില്ലേ? ഇത് ആരോ വരുന്നുണ്ട്, അഡ്മിഷൻ ആവാൻ സാധ്യത. തിരിഞ്ഞു പോയെന്ന് അളിയ ഒന്ന് പറയണേ. അളിയനാ? അല്ലല്ല, മാമനാ? ചിറ്റപ്പനാ? അപ്പൊ നിങ്ങൾ ആര്? ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. കണ്ടാ തോന്നണ്ടേ? കണ്ടാ തോന്നൂലേ? അല്ല, UKG ചേർക്കാൻ പോണാണ് കിടന്ന് കാര്യം. ഈ ചെറുക്കൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ല, ഇതാരാന്ന് പറഞ്ഞേ? മോൻ. എന്റെ അമ്മ, ഇതാണോ മോൻ? അയ്യോ, ഇവനെത്ര വയസ്സായി? 32. ഇവനെത്ര പല്ലുണ്ട് എന്നല്ലേ വെച്ചത്? എത്ര വയസ്സായി ചോദിച്ചത്? ഇവന് 32 വയസ്സായി. സത്യമായിട്ട് 32 വയസ്സായി. 32 വയസ്സായിട്ടാണോ ഡിഗ്രിക്ക് ചേരാൻ വരുന്നേ? അത് എന്റെ തെറ്റാണ്. കാരണം ഞാൻ ഇവനെ കുഞ്ഞുനാളിൽ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, കുഞ്ഞെ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന്. അതുകൊണ്ട് ഈ ചെറുക്ക ഇത് ആപ്തവാക്യമൊന്നും പറഞ്ഞിരുന്ന് അങ്ങ് തോക്കുക ഈ ചവിട്ടുപടി കാണാനായിട്ട്. 5ാം ക്ലാസ്സിൽ 3 വട്ടം, 6ാം ക്ലാസ്സിൽ 4 വട്ടം, 7ാം ക്ലാസ്സിൽ 8 വട്ടം, 9ാം ക്ലാസ്സിൽ എത്ര വട്ടോടാ? 4 വട്ടം. അപ്പൊ എങ്ങനെ ഈ ചെറുക്കനെ ഞാൻ 10ാം ക്ലാസ് ജയിപ്പിച്ചെടുത്ത് സാറേ. അപ്പൊ +2 അല്ല, +5.
+5 5 വർഷം 5 വർഷം. ഓ അങ്ങനെയാണല്ലേ ഇവിടെ എത്തിയത്. 32 തേക്കണ്ടേ, അതുകൊണ്ടാണ്. അല്ല അപ്പൊ അച്ഛൻ എത്ര വയസ്സായി? എനിക്കും അച്ഛനും ഒരേ പ്രായമാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്കും അച്ഛനും ഒരേ പ്രായമായിരുന്നത്? ഞാൻ ജനിച്ചപ്പോൾ അച്ഛനായത്. അപ്പൊ എനിക്കും അച്ഛനും ഒരേ പ്രായമല്ലേ? മനസ്സിലായില്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും ജനിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കെല്ലാം ഒരേ പ്രായമല്ലേ? സത്യമാണ് സാറേ, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇവന് ഒരു പ്രായമാണ്. അതല്ലേ? പിറന്നാളിന്റെ ഒരു കേക്ക് മേടിച്ച് അടി കൂടി നമ്മൾ തിന്നു. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് എഴുതിയെടുത്താലോ സാർ? അത് ചെയ്യാം. ഏതായാലും അഡ്മിഷൻ വന്നു. കുട്ടിയുടെ പേരെന്താ? കിച്ചു, പിച്ചു എഴുതിക്കോ. വിച്ചു, പിച്ചു എഴുതിക്കോ. സച്ചു. ഇതിൽ ഏതാണ് പേരെന്ന് പറ. എന്റെ കൂട്ടുകാർ വിളിക്കണത് എന്നെ കിച്ചു എന്നാണ്. പിന്നെ അമ്മ വിളിക്കണത് വിച്ചു എന്നാണ്. പിന്നെ നാട്ടുകാർ വിളിക്കണത് സച്ചു എന്നാണ്. റെക്കോർഡിക്കലായിട്ട് പേരെന്താ? അച്ചു. എല്ലാം കണക്കാണ്. അച്ചു അത് എഴുതിക്ക് ഏതായാലും. അച്ചു. ആ ശരി, ഓക്കെ. അപ്പൊ അച്ഛന്റെ പേരോ? ശരത്ചന്ദ്ര പ്രസാദ്. ചുമ്മാ ശുപ്പാണ്ടി, ശുപ്പാണ്ടി, ശുപ്പാണ്ടി. ചുപ്പാണ്ടി എന്നൊന്നുമല്ല എന്റെ പേര്. ശുപ്പാണ്ടി. ഞാൻ സെറ്റപ്പിലൊക്കെ കൊടുത്ത് പേര് മാറ്റിയടാ. എന്റെ പേര് ശുപ്പാണ്ടി. എല്ലാം ശരത്ചന്ദ്ര പ്രസാദ്. ഇപ്പൊ ഞാൻ ശുപ്പാണ്ടി എന്ന് എഴുതണോ? ചുപ്പാണ്ടി എന്ന് പറഞ്ഞാ അവിടെ ഒരു ഷൂ എന്ന് വരച്ച് വെച്ചിരുന്ന വേണ്ട, ശുപ്പാണ്ടി എന്ന് എഴുതിയാൽ. ചുപ്പാണ്ടി എഴുതാൻ പറ്റൂലെന്ന്. ശുപ്പാണ്ടി സാറേ എന്തോ ചെയ്യണം സാറേ? എന്ത് ചെയ്യണം? ഏത് പേര് എഴുതാൻ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത്? ഒരു കാര്യം ചെയ്യ്, സാറിന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ സാറിന്റെ പേര് എഴുതി പോയി. സെബാസ്റ്റ്യൻ. സാറേ, സാറിന്റെ പേരെങ്ങനെ എഴുതും? സാറിന്റെ മോനാണോ? അയ്യോ അത് ശരി. അത് ശുപ്പാണ്ടി മതി, ശുപ്പാണ്ടി. അത് അമ്മേരെ പറഞ്ഞു കൊടുക്കും. ശുപ്പാണ്ടി മതി. എന്റെ അമ്മ പറ കിടന്ന് വഴക്കടിച്ചിട്ടാണ് ഞാൻ സെറ്റപ്പിൽ കൊടുത്ത പേര് മാറ്റി. അറിയാം സെറ്റപ്പിലല്ല, പത്രത്തിലൊക്കെ നമ്മൾ കൊടുത്ത പേര് മാറ്റണ പരിപാടി. ഗസ്റ്റ് ഹൗസിൽ അവിടെയല്ലേ ഇവിടുത്തെ പേര് മാറ്റണത്? എവിടെ? എവിടെ? ഗസ്റ്റ് ഹൗസില്. ഗസ്റ്റ് ഹൗസാ? അച്ഛനില്ല ചെറുക്കന്, തീർന്നേ. അല്ല, എനിക്ക് ചോദിക്കണമെന്നൊന്നും തോന്നരുത്. ഇവിടത്തെ സ്പെഷ്യൽ എന്താണ്? ഇവിടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, പിന്നെ പോത്തിന്റെ ഫ്രൈ ഉണ്ട്. ആണല്ലേ? അപ്പം എനിക്കൊരു 2 പൊറോട്ടയും ഒരു പോത്ത് ഫ്രൈ. നിനക്കെന്താ വേണോടാ? എനിക്കൊരു വെജിറ്റബിൾ ചിക്കൻ ബിരിയാണി. അതെ, നിങ്ങളെന്ത് ഇൻസൾട്ട് ചെയ്യണ? അല്ല, ഇത് ക്യാൻറ്റീൻ ആണ്. ഇവിടുത്തെ ക്യാൻറ്റീൻ ആണ് ഇത്. അല്ലല്ല, ഇത് ഓഫീസ് റൂമാണ്. ഇവിടെ ഇങ്ങനെയാണോ പറയേണ്ടത്? മനസ്സിലായില്ലേ? അത് ആദ്യം എന്ത് പറയണ? ഇൻസൾട്ടിംഗ് അല്ലേ ചെയ്യണം? നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇൻസൾട്ട് ചെയ്യുക. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതാണ് പറയേണ്ടത്. അതല്ല പറയേണ്ടത്. പിന്നല്ല, അവരിവിടെ സ്പെഷ്യൽ ആയിട്ട് എന്ത് ക്ലാസ് ഉണ്ടെന്ന് അവര് ചോദിച്ചത്. മനസ്സിലായില്ലേ? അല്ല സാറേ, നമ്മൾ ക്യാൻറ്റീനിൽ എന്തുണ്ടാന്ന് ചോദിച്ചത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചേക്കണ മനുഷ്യന് 1 മണിയായില്ലേ? അതാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. എന്താടാ അത്? എന്താടാ അത്? ഓംപ്ലേറ്റ് എവിടെ നിന്ന്? ഈ പാത്രത്തിൽ ഇരുന്നു. അയ്യോ, ഞാൻ ചോറിന്റെ കൂടെ തിന്ന് അങ്ങോട്ട് ഓംലെറ്റ് എന്റെ ചോറ് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ മോനായതുകൊണ്ട് പറയല്ല, ആഹാരം കണ്ടാ പ്രാന്ത. ഒന്ന് മാറ്റി വെക്കൂ. അയ്യോ, അത് മാറ്റി വെക്കണേ നല്ല. അല്ല, നേരത്തെ സാറ് പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഈ കോളേജിൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, സ്പെഷ്യൽ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പഠിപ്പിക്കുന്നുണ്ട്. എന്റെ മോനെ പഠിപ്പിക്കണം. എന്റെ മോനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പഠിപ്പിക്കണം. അതായത് 2 പെൺകുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് ഇവനെ പഠിപ്പിക്കണം. അതായത് ഈ മറ്റേ സാധനത്തിന്റെ പേരെന്തോന്നാണ്? കീബോർഡ്. കീബോർഡിൽ നോക്കാതെ ടൈപ്പ് ചെയ്യണത് എനിക്കൊന്ന് കാണണം. അങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ്. പിള്ളേരിക്കുമ്പോ ഇപ്പം കീബോർഡിൽ നോക്കൂലല്ലോ. അത് നല്ല ബുദ്ധിയുള്ള അച്ഛൻ കേട്ടാ. ഓ, സഞ്ജു സാംസൺ തുടങ്ങി. മക്കളെ അങ്ങ് വയ്യടാ. പിന്നെ സാറേ, ഇത് കുട്ടിയെ സെലക്ട് ചെയ്യണം, അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് കുട്ടിയെ അതെ ജനറൽ നോളജ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ജനറൽ നോളജ് നോക്കാം. അതെ, എന്തായാലും അഡ്മിഷൻ വേണല്ലോ. വേണം. ഇവനെന്തോ അറിവുണ്ടെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ വേണമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ഞാൻ 8ാം ക്ലാസ് ആണ്. എന്റെ ഭാര്യ 5ാം ക്ലാസ്, എന്റെ അച്ഛൻ 3ാം ക്ലാസ്, അമ്മ 2ാം ക്ലാസ്. അവരെ അച്ഛനും അമ്മയും സ്കൂള് കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഈ ചെറുക്കനെങ്കിലും CKPT കോളേജിൽ. ശരി ശരി, നമുക്ക് ക്വസ്റ്റ്യൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയണം. പറയും. എങ്ങനെയാണെന്ന് അറിയാലോ, ചോദിച്ചു. എന്ത് ചോദിച്ചാലും പറയും. ഞാൻ ഒന്ന് ചോദിച്ചാൽ 9 ഉത്തരവും ഈ ചെറുക്കൻ പറയണം, അറിയാമോ? അതെ, ശരി. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ആര്? അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? അത് അറിഞ്ഞൂടാ സാർ. ശരി, എന്നാ അടുത്ത ചോദ്യം, ഷേക്സ്പിയർ ആരാണെന്ന് അറിയാമോ? ഷേക്സ്പിയർ
പാസ്. മച്ചൻ പറ. ഞാൻ പാസ്, ടീച്ചർ പറ. ഞാനാ പാസ്, സാറ് പറ. അയ്യോ ഞാനാ ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം അളിയാ അലിയനോ? അല്ല മാമ സാറേ, ഒരു കാര്യം ചെയ്യാൻ, ചെറുക്കന്റെ കല്യാണത്തിന് എല്ലാരെയും വിളിക്കണം. വേണ്ടപ്പെട്ടവരെ വിട്ടെന്നും പറഞ്ഞൊരു പരാതി നാളെ വരരുത്. കാരണം നമ്മൾ ബന്ധുക്കളെല്ലാം കണ്ടിരിക്കണം കേട്ടോ. മനസ്സിലാക്കണം, മച്ചമ്പി അത് കൈകാര്യം ചെയ്യണം. അത് വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കണം ഇവരൊക്കെ. ആര് ഷേക്സ്പിയറിനെയൊക്കെയാ? നല്ല ബെസ്റ്റ് ടീമാന്നേട്ടാ. പൊളിഞ്ഞ. സാർ ഇത് നടക്കൂന്ന് തോന്നുന്നില്ല. ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, അത് സാർ അങ്ങ് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചു. ചോദിച്ചു നോക്കട്ടെ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടോ മോനെ. ഓ ചോദിച്ചോ. നമുക്ക് എത്ര കിഡ്നി ഉണ്ട്? 4. ഛേ, എടാ മനുഷ്യന്മാർക്ക് 2 കിഡ്നിയേ ഉള്ളൂ. അമ്മക്കല്ലേ ചോദിച്ചത്, സാറിനുണ്ട് എനിക്കുണ്ട്, അപ്പൊ 4. സാറേ ഒരു സംശയം, മനുഷ്യന്മാർക്ക് 2 കിഡ്നിയേ ഉള്ളോ? 2 ഉള്ളൂ. അപ്പൊ അത് കിഡ്നി അല്ലായിരുന്നല്ലേ? അതെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കാര്യങ്ങൾ എന്തെങ്കിലും എങ്ങോട്ട് തുപ്പണേ? അവിടെ മഴയത്തൊന്നും കേറൂല ചെറുക്കം. മഴയെന്ന് പറഞ്ഞാൽ നിന്നങ്ങ് വലിക്കണ്. വിഴുങ്ങി വിഴുങ്ങല്. പുറത്ത് പോടാ, പുറത്ത് പോടാ. ജലദോഷം പുറത്ത് പോയി കഴുകിട്ട് തുറച്ചിട്ട് പാടാ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പുറത്ത് പോയി തൊടടാ. ഒരു ജലദോഷം കുഞ്ഞിന് ജലദോഷം, അതുകൊണ്ടാണ് കുഞ്ഞിന്. പേരുദോഷാവും. എനിക്കറിയാം ഇതിനൊക്കെ എങ്ങനെ പഠിപ്പിക്കും നമ്മള്. ഇത് എങ്ങനെ പഠിപ്പിക്കുന്നാണ്? അതായത് നമുക്ക് ഈ സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ണിയാർച്ചയോ? ഇതൊരു കോളേജാണ്, മര്യാദക്ക് നിക്ക്. കഷ്ടമാന്ന് നോക്കണേ. അതെ, ഒരു കാര്യം പറയട്ടെ. എന്തായാലും നിങ്ങളെയും ചെക്കന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയപ്പോ അവൻ ഈ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇല്ല, അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ അവസാന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അതായത് സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഉണ്ട്. സ്പോർട്സിലോ ഉണ്ടെന്നാ ചെറുക്കും അവിടെ ക്ലബിന്റെ പരിപാടിക്കൊക്കെ കാണിക്കണം സംഭവങ്ങൾ കാണണം. ഈ മാങ്ങേറ്, ആപ്പിൾ കടി, ആപ്പിൾ ചാടി കയറ് വരെ കടിക്കും, അറിയാമോ? കാറ്റ് കളിക്കാൻ 3 പെമ്പിളരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരില്ല, കാണാനേ കിട്ടൂല. പിന്നെ വല്ല പാലത്തിന്റെ അടിയത്താ കുറ്റിക്കാട്ടിന്നാ ഞാനാണ് വിളിച്ചോണ്ട് വരണ വെച്ചെടുക്കണ. അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എന്റെ മോൻ കിടക്കും. നിങ്ങൾ എന്ത് വൈറ്റം വേണം കാണിക്കും? അതെ, ഞങ്ങൾ ഉദ്ദേശിച്ച സ്പോർട്സ് അതല്ല, പിന്നെ കായികപരമായിട്ടുള്ള ഒരു സ്പോർട്സ്. ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ബാഡ്മിന്റൺ, പിന്നെ നമ്മുടെ ഗുസ്തി, കരാട്ടെ. ഗുസ്തിയുണ്ട്. ഗുസ്തി ഉണ്ടോ? കൊള്ളാം. 10ാം ക്ലാസ്സിൽ 3ാം കൊല്ലം തോറ്റപ്പോ ഞാൻ ചെന്നപ്പോ ടീച്ചർമാരെല്ലാം പറഞ്ഞു 10ാം ക്ലാസ്സും കുസ്തിയാണെന്ന്. ഓ അതെ, ഞാനും പഴയൊരു ഗുസ്തി സാറ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. സാറിന്റെ ഐറ്റം കാട്ടാ ഗുസ്തി. ചെറുക്കനും കാട്ടാ കുസ്തി കാടി. അപ്പൊ ഒരു മണി അവന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കും, നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. രാവിലെ ബസ്സിൽ നിന്ന് വന്നു. അപ്പൊ പിന്നെ അവന് ഈ ഗുസ്തിയിലൊക്കെ ഇതുണ്ടെന്ന് നമ്മൾ ഗുസ്തിയിൽ 2 ചോദ്യം ചോദിച്ചു, അവൻ ഗുസ്തിയിൽ തിരിച്ചുത്തരം പറയും. സാറിന് അറിയാവുന്ന ചോദ്യം ചോദിക്കും, സാറിന് അറിയാവുന്ന മുറയൊക്കെ കാണിക്കും. അപ്പൊ അവൻ എങ്ങനെയാണ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാലോ. അവനെ വിളിക്കും. അതാ വന്നു. അയ്യോ ഇങ്ങോട്ട് പറയട്ടെ. നിനക്ക് കോളേജ് പഠിക്കണോ? വീട്ടിൽ കോളേജ് പഠിക്കണോ? എനിക്ക് പഠിക്കണ്ട. നിനക്ക് ഞാൻ കുണ്ടും ചായം മേടിച്ചേടാ. പറയണം കാരണം കോളേജ് പഠിക്കണോ? പഠിക്കണമെങ്കിൽ ആ പുള്ളി കുസ്തിയിൽ നിന്നോട് 5-6 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നീ കുസ്തിയിലെടുത്ത് തിരിച്ചുത്തരം പറഞ്ഞു. കുസ്തി പറഞ്ഞു കേട്ടോ. നോക്കാം എങ്ങനെയുണ്ട് നോക്കണല്ലോ. എടാ കാണിക്കണൊക്കെ മതി, കുഴപ്പമില്ല. നീ കബഡി കളിക്കണം എന്ന് പറഞ്ഞ ചെല്ലടാ. റെഡി റെഡി. ഓ അത് ബോക്സിംഗ് ഇടാ, അത് കരാട്ടെ, അത് കളരി. എടാ കാണിക്ക കബഡി കളി കളിക്കണ്ടാ. നോക്കങ്ങ് നില്ല. റെഡി. പാടാ 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 പാടാ. അതെ, ചെറുക്കനൊരു കുഴപ്പമുണ്ട്. ദേഹം നൊന്ത എടുത്ത് ഉടുക്കും. ദേഹം നൊന്ത എടുത്ത് ഉടുക്കും. എന്നെ പട്ട് കിണറ്റി എടുത്തിട്ടുണ്ട്. മതി അതെ മക്കളെ വേണ്ട, അതെ മക്കളെ വേണ്ട, മക്കളെ ജീവൻ വേണമെങ്കിൽ ഓടി
അഡ്മിഷൻ തരാം. വേണം. മതി 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 അയ്യോ, മതി, 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 മതി. 1 2 3 അറേ എന്റെ മോന്റെ കോളേജിൽ അഡ്മിഷൻ. എന്റെ മോന്റെ കോളേജിന്റെ അഡ്മിഷന്റെ കാര്യം എന്തായി? നിങ്ങളെ മോനല്ല കോളേജിൽ അഡ്മിഷൻ വേണ്ടത്, എനിക്കാണ് ആ കോളേജിൽ അഡ്മിഷൻ വേണ്ടത്. സാറെന്തിനാ ഇതിപ്പം കോളേജിൽ അഡ്മിഷൻ പോണത്? ആ കോളേജിലല്ല, മെഡിക്കൽ കോളേജിൽ. ശ്രീവിദ്യ, ചേട്ടാ. നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വിവിധ തരം ചലഞ്ചുകളുണ്ട്. ഭയങ്കര ട്രെൻഡാണ്, ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ചലഞ്ചുകൾ? ഓരോന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഗിവ് അവേ. നമ്മളെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളെ കൊടുക്കുക. എന്റെ വീട്ടിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതാ, ആരും എടുക്കൂല. അടുത്ത പറ. പിന്നെ പൈസ എണ്ണാൻ വേണ്ടി പൈസ ക്യാഷ് ചലഞ്ച് തരും. നമ്മൾ എണ്ണ കിട്ടണ പൈസ വാരിക്കൊട്ടി എടുക്കാതെ. അടുത്തത് പിന്നെ ഫുഡ് ചലഞ്ച്. അതായത് ഫുഡുമായിട്ട് ആൾക്കാർ വരും, മാക്സിമം സമയത്തിനുള്ളിൽ നമ്മൾ തിന്നു തീർക്കുക, ബാക്കി അവർക്ക് കൊടുത്തുവിടുക. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചലഞ്ചുകൾ എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിവിടെ പറയാൻ കാരണം ഇനി ഫ്ലോറിൽ നടക്കാൻ പോകുന്നതും അതുപോലത്തെ ഒരു ചലഞ്ചാണ്. പിന്നെ ഈ ചലഞ്ചുമായിട്ട് ഫ്ലോറിലേക്ക് എത്താൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടീമാണ്. അതെ. ടീം ആരെന്ന് പറഞ്ഞോളൂ. അതിനേക്കാളും മുമ്പേ ബാറ്ററി ഓൺ ആണോ ചേച്ചി? ഓൺ ആണ്. സോ ലെറ്റ്സ് വെൽക്കം ശരത്, ഷൈൻ, ഐശ്വര്യ. സൂപ്പർ. ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണ്? എന്താണ്? എന്നാ? പൈസ. കറക്റ്റ്. അത് വെറുതെ 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 വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഏത്? അതെങ്ങനെയാണെന്ന് ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല അല്ലേ? ഇന്ന് എന്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും എന്റെ മണി ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റും. ഏത്? അപ്പം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ ചലഞ്ചിനും നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി ഉണ്ടാകത്തില്ലേ? കയ്യടി കയ്യടി. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് നമ്മുടെ മുന്നിൽ ആരാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും വരുന്ന ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ആ ചേച്ചിയെ കണ്ടാൽ അറിയാം ആ ചേച്ചി പൈസയ്ക്ക് വേണ്ടി ഓടുവാണെന്ന്. ചിക്കമോൺ ചേച്ചി ഇവിടെ നിന്ന് ചേച്ചി. നീ ആദ്യം എവിടെയെങ്കിലും ഒന്ന് നില്ല്. ചേച്ചി ഇവിടെ ഒന്ന് നിന്നേ. അയ്യോ അതൊക്കെ പാടില്ലേ? എന്ത്? ഇവിടെ കേറി നിക്കാൻ. ഇവിടെ കേറി നിൽക്കാനല്ല ചേച്ചി, ഇവിടോട്ടൊന്ന് നിന്നേന്ന്. അയ്യടാ, നീ കൈ കാണിക്കുന്നിടത്ത് നിർത്താനേ. ഞാൻ ഓട്ടോറിക്ഷ കൊണ്ട് വന്നതല്ല, ഞാൻ ജോഗിങ്ങിന് വന്നതാണ്. എന്നിട്ട് ചേച്ചി ഇതുവരെ ഒരെണ്ണം പറഞ്ഞില്ലല്ലോ. എന്തോന്ന്? ജോക്ക്. ജോക്കല്ല, ജോഗിങ്. ഓ ജോഗിങ്. എന്തിന്? തടി കുറയ്ക്കാൻ. എന്നിട്ട് ഇവിടെ കിടന്ന് പറക്കാനാ? ചേച്ചി ചൂടാകല്ലേ. ചേച്ചിയുടെ പേരെന്താണ്? കുന്നുംപുറത്ത് വീണ. എന്നിട്ട് അവിടെ നിന്ന് ഓടിങ്ങി വരുവായിരുന്നു. കുന്നുംപുറത്ത് വീണെന്ന് പറഞ്ഞു. എടാ എന്റെ പേരാ പറഞ്ഞേ, കുന്നുംപുറത്ത് വീണ. അടിപൊളി പേര്, അടിപൊളി പേര്. ചേച്ചി ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ സർക്കാർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. വവ്വാലാണോ? എനിക്ക് സർക്കാർ ജോലി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ. അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ഇതെവിടെ നിന്ന് വരുന്നടാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്നെ അറിയാവൂ? ഇല്ല. അറിയാത്തോണ്ടാ. എന്നെ അറിയാന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്നെ മനസ്സിലായേനെ. അങ്ങനെ അതിന്റെ ഒരു രീതി. എടാ നീ ആരടാ നീ? ചേച്ചി എന്നെ കണ്ടിട്ടില്ലേ? രമേരെ മോനാടാ? അല്ല. യോ രമണിയുടെ മോൻ. അല്ല. തങ്കമണിയുടെ മോൻ തന്നെ. അല്ല 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 അല്ല. അപ്പൊ നിന്നെ പെറ്റതല്ലേ? അല്ല. അല്ലേ? അല്ലാന്ന്. കേടാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് എന്തിനാടാ? ചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ ഈച്ച കാപ്പി എന്ന് വന്നാണ് ഞാൻ. തെറ്റി. കാപ്പിയിൽ ഈച്ച, അതാണ് കറക്റ്റ്. ചേച്ചി എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ഈച്ച കാപ്പി. അയ്യേ, ആരെങ്കിലും യൂട്യൂബ് ചാനൽ ഈച്ച കോപ്പി എന്ന് പേരിടോടാ. സത്യം പറഞ്ഞ എനിക്ക് ക്രിമികടിയായിരുന്നു. ഒരു മിനിറ്റ്. എന്താ നോക്കുന്നേ? പപ്പ ഉണ്ടാന്ന് നോക്കിയത്. ഇല്ല, മരിച്ചുപോയി. 2 കൊല്ലമായി. ആര്? പപ്പ മരിച്ചു. അയ്യടാ, നിന്റെ പപ്പയെ നോക്കിയതല്ല, ഇവിടെ എവിടെയെങ്കിലും പപ്പയ്ക്കാ ഉണ്ടാന്ന് നോക്കിയതാ. ഐ. നിന്റെ ഈ അസുഖത്തിനെ നല്ല ഒന്നാന്തര ഒറ്റമൂലിയ. ചേച്ചി എന്റെ അസുഖത്തിന്റെ പേരല്ല, ആദ്യം എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരായിരുന്നു ക്രിമികടി. അങ്ങനെ ഞാൻ അതിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനടിയിൽ കുറെ ക്രിമികടി ഉള്ളവന്മാര് വന്നിട്ട് ഈച്ച കോപ്പി ഈച്ച കോപ്പി ഈച്ച കോപ്പി എന്ന് കമന്റ് ഇട്ട്. അപ്പൊ എനിക്കൊരു ഐഡിയ വന്നു. എന്തുകൊണ്ട് ഈ ഈച്ച കോപ്പി എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാക്കിക്കൂടാ?
അങ്ങനെ ഞാൻ ഈച്ച കോപ്പി എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാക്കി. ഇപ്പൊ കമന്റ് ഇടാൻ വരുന്നവന്മാര് ചമ്മും. എന്നാലും കണ്ടവന്റെ കണ്ടന്റ് മോട്ടിച്ച് വീഡിയോ ഇടാനും നീ പറയരുത് കേട്ടാ. അല്ല പിന്നെ ചേച്ചിക്ക് പൈസക്ക് ആവശ്യമില്ലേ? അത് നിനക്ക് പൈസക്ക് ആവശ്യം ഇല്ലേ? എനിക്കും ഉണ്ട്. എന്നാലും ഞാൻ ചേച്ചിക്ക് വെറുതെ കുറച്ച് പൈസ തരട്ടെ. അതായത് 30 സെക്കൻഡിനുള്ളിൽ ചേച്ചിക്ക് 200 രൂപ എടുക്കാം. 200 ഗുണവേന്ന്? എടാ എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട. എനിക്ക് എന്റെ ആവശ്യത്തിന് എന്റെ ഭർത്താവ് തരുന്നുണ്ട്. അല്ല പിന്നെ 500 രൂപ. എടാ 500 രൂപ കൊണ്ട് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റോടാ? എനിക്ക് എന്റെ ആവശ്യത്തിന് അധികം എന്റെ ഭർത്താവ് തരുന്നുണ്ട്. അല്ല 2000 രൂപ. എന്നാ പിന്നെ എണ്ണി എടുക്കാം. ഇപ്പൊ ഭർത്താവ് പൈസ തരുന്നില്ലേ? 500 രൂപ കൂടുതൽ അങ്ങനെ തരത്തില്ലടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചലഞ്ചിലേക്ക് പോയാലോ? ആ പോവാ. ഞാൻ ഫോണിൽ നോക്കി സമയം പറയും. അത് ഞാൻ നോക്കി പറഞ്ഞ ഒക്കത്തില്ലേ? അതല്ലെന്ന് ഞാൻ ഈ പൈസ പിടി. ആദ്യം ചേച്ചി പൈസ പിടി. അതായത് ഇപ്പൊ കാണിക്കാം. ഇത് കണ്ടോ? ഞാൻ ഇതിൽ സമയം ഇടും. അപ്പൊ ചേച്ചി ഈ പൈസ എണ്ണി എടുത്തോണം. എന്തിനടാ എണ്ണി എടുക്കണത്? ചേച്ചിയുടെ കയ്യിൽ ഇരിക്കട്ടെ. എണ്ണി വച്ചേക്കല്ലേ? ഈ പൈസ ഉണ്ടല്ലോ, ഇത് ഞാൻ ചേച്ചിക്ക് ചെലവിന് തന്നതല്ല. ഇതെനിക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് റീച്ച് ആക്കാനുള്ളതാ. വീഡിയോ എടുക്കണടാ? ചേച്ചി എടുത്തത് പറയണ്ടേ? ചേച്ചി ഇത് വല്ലതും പറഞ്ഞാ? പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടേ. ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ലേ? ചേച്ചി ഈ പൈസ ഒന്ന് പിടിച്ചേ. പിടി. എന്നിട്ട് ചേച്ചി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇതിൽ സമയമിടും. അപ്പൊ ചേച്ചി ഈ പൈസ എണ്ണണം. എണ്ണി എത്ര വേണേലും ചേച്ചിക്ക് എടുക്കാം. അത് ചേച്ചി പറയണ്ടടാ മോനെ നീ. അപ്പൊ ചേച്ചി റെഡിയാണല്ലോ? അപ്പോൾ റെഡി 1. തുപ്പലെ തൊട്ട് എന്നെ സ്പീഡിന് എണ്ണ. അങ്ങനൊന്നും എണ്ണണ്ട. ഞാൻ പറയുന്ന പോലെ എണ്ണണല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ചേച്ചി സമയം പോന്നു. ആരോടാ? സമയത്തിനടുത്ത് ചേച്ചി 16. ആരുടെ? അല്ല 16 സെക്കൻഡ് ആയി. ചേച്ചി 28. പോണോ? എന്ത് 28-ന്? 28 സെക്കൻഡ് ആയി. എണ്ണി തീർക്കാൻ. എണ്ണി തീർക്കാം. ചേച്ചി സമയം തീർന്നു ചേച്ചി. ഇനി പറ്റത്തില്ല. അയ്യോ എടാ ഒരു സെക്കൻഡ് കൂടി. ഇല്ല പറ്റത്തില്ല ചേച്ചി. എടാ ഒരു സെക്കൻഡ് കൂടി. ഇല്ല പറ്റത്തില്ല ചേച്ചി. ഞാൻ ഫ്രീ ആയിട്ട് പൈസ തരുവാണെങ്കിലും എനിക്കൊരു എത്തിക്സ് ഉണ്ട്. എങ്ങനെ? എത്തിക്സ് ഉണ്ട്. നിനക്കുള്ളത് എന്തിനാ നീ എന്റെ അടുത്ത് പറയണത്? എന്റെ കെട്ടിയോനും ഉണ്ടത്. അങ്ങേരായിരുന്നു അത് പറഞ്ഞോണ്ട് നടക്കത്തില്ല. ചേച്ചി എന്തോ ഈ പറയുന്നേ? ചേച്ചി എത്ര രൂപ എണ്ണി എടുത്തെന്ന് പറ. എന്തോന്ന്? ചേച്ചിയുടെ കൈ മൊത്തം എത്ര രൂപയുണ്ടെന്ന് പറയാൻ. 3200 രൂപ. കറക്റ്റ് ആണല്ലേ? എണ്ണി തീർന്നില്ലല്ലോ. പിന്നെ ഇതാരാ പറഞ്ഞേ? ഈ സുലോചന പറഞ്ഞത്. അയ്യോ അമ്മുമ്മ. അമ്മുമ്മക്ക് ഇത് 3200 രൂപ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? പിന്നെ എന്റെ പെൻഷൻ കാശ് എത്ര ഉണ്ടെന്ന് പിന്നെ എനിക്കറിയാം. പെൻഷൻ കാശാ? നീ ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. മരത്ത് കണ്ടി ഇങ്ങോട്ട് വാടാ. ഇവിടെ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. വഴി തീർന്ന് ബ്ലോക്കായി. എന്റെ വായിന് എന്തെങ്കിലും വീണാ നീ ബ്ലോക്ക് ചെയ്യൂടാ. ഇവിടെ വാടാ. ഇങ്ങോട്ട് മാറിയിക്കടാ നീ. എന്ത് പാടാ ഇവിടെ? വീഡിയോ എടുക്കുക. എന്റെ പൊന്നു കൊച്ച, ഇവന്റെ വീഡിയോ കാരണമുണ്ടല്ലോ മനുഷ്യന് മനസമാധാനമില്ല, അറിയാവോ? ഇവന് ഒറ്റ കാരണമുണ്ടല്ലോ. ഇവന്റെ അപ്പൂപ്പന്റെ 50-ാം പിറന്നാൾ ഇവൻ എന്തുവാ ചെയ്തെന്ന് ചോദിച്ചു നോക്ക്. എന്തുവാടാ ചെയ്തേ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അതാണോ ചെയ്തത്? കേക്കിനകത്തോണ്ടല്ലോ മോതിരം വെച്ച് ഇവൻ കൊടുത്തേക്കുന്ന, അറിയാവോ? അത് ഞാൻ സർപ്രൈസ് കൊടുത്തില്ലേ? സർപ്രൈസ് കൊടുത്താണെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കണം. ആ കൊച്ചിലോട്ടല്ലോ അത് കിട്ടിയ പാടെ എടുത്ത് വീഴുകി. അയ്യോ എന്നിട്ട്? ആശുപത്രി ചെന്ന് വയറ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്തുവാ? ആമാശയത്തിനകത്താണ് കൊക്കപ്പുഴുവിന്റെ എൻഗേജ്മെന്റ് നടക്കുന്നത്. അമ്മാതിരി പരിപാടി കഴിച്ചവലെ എന്റെ കൊച്ചാട്ടല്ലേ, അറിയാവോ? അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്തോ നിന്ന് ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചല്ലടാ. ഞാൻ പുള്ളിക്കാരന്റെ കാര്യം പറയുന്ന തെകട്ടി എനിക്ക് വരും. തെകട്ടി വരാൻ അപ്പൂപ്പൻ നിങ്ങളുടെ വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും ആണ്. ഞാൻ വിളിച്ചു പറയാം. ഞാൻ അതുപോലെ പൊല്ലേ കരളേലോ പറയോട്ടെ കരയല്ല ഇല്ലടാ, ഞാൻ കരയത്തില്ലേ. എന്തുവാടാ? ക്യൂട്ടി ദ ബ്യൂട്ടി ഇന്നത്തെ മെയിൻ അമ്മാതിരി പെർഫോമൻസ് ആണ് അമ്മൂമ്മ ഇവിടെ കാണിക്കുന്നത്. ഈ അപ്പൂപ്പനോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ അപ്പൂപ്പന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നെന്ന് പറഞ്ഞപ്പോ മൂക്കിന്റെ അറ്റത്ത് വിളക്ക് തിരി കത്തിച്ച് വെച്ച അമ്മൂമ്മയാണിത്. എന്ത് പറയില്ല. എന്തുവാടാ നീ ഈ പെണ്ണുവാട്ടി ഇവിടെ? അത് പറ. എന്തുവാ എന്റെ പൊന്നമ്മൂമ്മേ, ഞങ്ങൾ ഇവിടെ ചലഞ്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇവൻ ചലഞ്ച് സ്വന്തം കല്യാണത്തിന് പോലും ചലഞ്ച് ചെയ്തവനാണ് ഇവൻ. നിനക്ക് അറിയാവോ? കല്യാണത്തിന് ചലഞ്ചാ? 30 സെക്കൻഡ് കൊണ്ട് വീട്ടിൽ നിന്ന് ഓടി മണ്ഡപത്തിലെത്താം. എന്നിട്ട് 10 സെക്കൻഡേ എടുത്തുള്ളൂ. മണ്ഡപത്തിൽ തന്നെ ആ കല്യാണപ്പെട്ട് ആ കൊച്ചിന്റെ കാമുകന്റെ കൂടെ പോവാൻ അമ്മാതിരി പരിപാടി ചെയ്തവനാണ് ഇവൻ കേട്ടാ. എന്തുവാടാ നോക്കുന്നു? എന്തോ നോക്കുന്നു? ഒന്നും നോക്കുന്നില്ല. ഈ ചലഞ്ച് കൊണ്ട് ഞാൻ രക്ഷപ്പെടും. ഈ ചലഞ്ച് കൊണ്ട് നീ രക്ഷപ്പെടുമെന്ന്. ഇതുപോലാണ് മീന്റെ ചലഞ്ചിൽ ഇവൻ പറഞ്ഞത്. ഇവൻ രക്ഷപ്പെടുമെന്ന്. എന്തോന്ന്?
വീട്ടിൽ ഇരുന്ന് എല്ലാം കൂടെ മൈദേനോടെ കരയ്ക്കുമ്പോൾ കടലിൽ കൊണ്ട് ഒഴുകി. എന്നിട്ട് എന്നിട്ട് എന്തോ സംഭവിച്ചു? ഇപ്പൊ ആ മീനെല്ലാം കൂടെ കടലിന്റെ അടി തട്ടുകട നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡും. നിന്റെ എന്തോടാ പേരെന്തോടാ നിന്റെ യൂട്യൂബ് ചാനലിന്റെ? ഈച്ചക്കോപ്പി. ഈച്ചാക്കോപ്പി ഈ തട്ടുകടയുടെ ഐശ്വര്യ വന്നു. അമ്മാതിരി വ്യക്താണ് കേട്ടാ. മര്യാദക്ക് എന്റെ പൈസ മേടിച്ചാലുള്ള കാര്യം ഞാൻ പറയാം. ചേച്ചിയുടെ ഇരിക്കുമല്ലേ കൊച്ചേ എന്റെ പെൻഷൻ കാശ് വെച്ചോ ഇങ്ങോട്ട്. പെൻഷൻ കാശാ? നിങ്ങൾക്ക് പെൻഷൻ കാശ് തരാൻ ഞാൻ പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ കൊണ്ടുവന്നതാ. അമ്പടാ വിളിച്ച് ഈ ദാണ്ട കിടക്കുന്നില്ല കൊച്ചേ. ഞാൻ മര്യാദക്ക് എന്റെ പൈസ ഉള്ള കാര്യം ഞാൻ പറയാം. തരത്തില്ല. അമ്മൂമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ചലഞ്ച് ചെയ്ത് കൊടുത്ത പൈസ ഇല്ലേ, അത് നമ്മളങ്ങനെ മേടിക്കാൻ പാടില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോടാ ഇത് ചെയ്യരുത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോടാ ഇത് ചെയ്യരുത്? 6 മണിക്ക് ശേഷം വീട്ടിൽ കയറുന്ന ഞാൻ മര്യാദക്ക് കാശ് മേടിച്ചോ. മര്യാദക്ക് പൈസ ഞാൻ മേടിച്ചു തരാം. എന്തോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്ത അമ്മ ഈ പൈസ മേടിക്കണം. ഞാൻ ഈ പ്രായത്തിൽ ചലഞ്ച് ചെയ്താലേ ഞാൻ ഈ പൈസ തരത്തുള്ളൂ. ആണാ? അങ്ങനാണെങ്കിൽ ഞാൻ ചലഞ്ചിന് ഞാൻ തയ്യാറാണെങ്കിൽ അന്നാ 30 സെക്കൻഡ് തരും. അതിനുള്ളിൽ ഈ ചേച്ചിയുടെ കയ്യിൽ പൈസ മേടിക്കണം. ഞാൻ കൊടുക്കത്തില്ല. ഞാൻ മേടിച്ചല്ല പെടുത്തും. മര്യാദക്ക് കാശ് കൊടുക്കരുത്. ഞാൻ കൊടുക്കത്തില്ല. ചേച്ചി കൊടുക്കാത്തതാണ് ചലഞ്ച്. ചേച്ചി ഇത് കൊടുക്കരുത്, അമ്മുമ്മ ഇത് മേടിക്കണം. ടൈം സ്റ്റാർട്ട് നൗ. അമ്മൂമ്മ കയ്യിൽ വിടാം. അമ്മൂമ്മ പിടിക്കരുത്. പൈസ കൊടുത്തോ. പ്രായത്തെ ബഹുമാനിക്കണം. അയ്യോ അമ്മേ പിടി കൊച്ചേ പിടി 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 പിടി. ആ കിരീടം ഇപ്പഴേ എടുത്തങ്ങ് തലയിൽ വെച്ചതാ. കിടക്കുന്ന എന്തോന്ന് നാട കിടക്കുന്ന പൈസ. അമ്മച്ചി അമ്മച്ചി എനിക്ക് അമ്മച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. 30 സെക്കൻഡ് കൊണ്ട് ചേച്ചി എണ്ണി എടുത്ത പൈസ വെറും 10 സെക്കൻഡ് കൊണ്ടാണ് അമ്മച്ചി അത് മേടിച്ചെടുത്തത്. അതെങ്ങനാണത്? എടാ നിന്റെ അപ്പന്റെ കയ്യിന്റെ 5 സെക്കൻഡ് കൊണ്ട് കാശ് മേടിക്കാൻ പറ്റുന്നതാണോ നിന്റെ 30 സെക്കൻഡ്? ഇപ്പൊ നിന്റെ ക്രിമികടി മാറിയാടാ നിന്റെ? അയ്യോ ക്രിമികടിയല്ല, ഈ ചക്കോപ്പി. ചലഞ്ച്. അല്ല നിങ്ങൾ ആരെങ്കിലും ഈ ക്യാഷ് ചലഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ടോ? ക്യാഷ് ചലഞ്ചിൽ വരാ ഉണ്ടോ? മോളിൽ നിന്ന് നിന്നപ്പോൾ ആരും വന്നിട്ടില്ലേ? അഖിൽ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. അല്ല എന്റെ അടുത്തും ആരും വന്നിട്ടില്ല. അവിടെ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ ചെയ്യാറുണ്ട്. നീ നിന്റെ അച്ഛന്റെ അമ്മേനെ മോട്ടിച്ചോണ്ട് മോഷ്ടിക്കുന്നതൊന്നുമല്ല. പൈസ റോഡിൽ നിൽക്കുമ്പോ ആരെങ്കിലും കൊണ്ടുവന്ന് എണ്ണി എടുക്കാം. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ അമ്മ കാണാതെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പെട്ടെന്ന് 10 സെക്കൻഡിൽ എണ്ണി എടുത്ത് ആ പൈസ ഞാൻ എടുക്കുന്ന ചലഞ്ച് ഞാൻ എപ്പോഴും ചെയ്യാം. അതിന്റെ പേര് ചലഞ്ച് എന്നല്ല, എന്റെ പേരാണ് മോഷണം. അല്ല ഞാൻ ചെയ്തിട്ടുണ്ട്. മോഷണോ? ഞാനൊരു റിയാലിറ്റി ഷോന് വേണ്ടിയിട്ട് മലേഷ്യയിൽ നമുക്ക് ഒരു ചാലഞ്ച് എന്താണ്ടായിരുന്നറിയോ? കാരിക്കേച്ചർ വരയ്ക്കുക. നമ്മൾ ഒരു മാർക്കറ്റിൽ വിട്ടു, പ്രോപ്പർ മാർക്കറ്റിൽ വിട്ടിട്ട് കാരിക്കേച്ചർ വരച്ചിട്ട് അത് വിറ്റിട്ട് കാശുണ്ടാക്കുക. അപ്പോൾ ഇത്ര നേരത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം സെല് ചെയ്യണം. ഞാനൊരു കാരിക്കേച്ചർ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീൽ ചെയറിലായിരുന്നു. അപ്പം ഞാൻ അത് പോയിട്ട് സിമ്പത്തി ഇത് ചെയ്തിട്ട് കാരിക്കേച്ചർ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ മലേഷ്യൻ ഡോളേഴ്സും കിട്ടി. എത്ര രൂപ കിട്ടി? അവിടുത്തെ ഒരു 1200 രൂപ. അതിനല്ലേ ഇവിടെ ബെൻസ് വാങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഒരു ചലഞ്ച് തന്നെയാണ് അല്ലെ? പൈസ കിട്ടുന്ന ഒരു ചലഞ്ച് തന്നെയാണ് ഇവിടെ. കിറ്റ് കളിക്കുക, കൗണ്ടർ തരിക, നമ്മൾ ചിരിക്കുക, ബാറ്ററി ചാർജ് ആക്കുക. അത് പിന്നെ പൈസ ആയിട്ട് ഇവർക്ക് കിട്ടുന്നു. എന്നാ നമുക്കത് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ഓക്കെ അമ്മമ്മേ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ ആ 15,000 കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശരത് ബ്രോന്റെ മോഹിന് അതെന്നായിരുന്നു? കുഴപ്പമില്ലല്ലോ. എപ്പോഴും ഹാഫ് സെഞ്ചുറി അടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം 15 റണ്ണിൽ ഔട്ടായ നമുക്ക് വിഷമം വരൂലേ? അത്രേ ഉള്ളൂ അല്ലടാ? അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ചേച്ചി അപ്പൊ 15,000 റുപ്പീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത അവിടെ കിഡിലമായിട്ട് വരാം. നമ്മളെ കിഡിലടിച്ചിരിപ്പിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.
ഷെയർ ചെയ്തിരിക്കുന്നേ? എന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നു വിക്രം സാറിന്റെ കൂടെയൊക്കെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. എന്റെ ജാതകത്തിൽ അങ്ങനെയില്ല, ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. റെമോന്റെ ഒപ്പമാണ് ഞങ്ങളിപ്പോ സ്റ്റേജ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് this Remo is from our Kerala and he is Rami. ശരിക്കും പറഞ്ഞാൽ വിക്രം സാറിന്റെ മോന് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലുക്ക് കണ്ടിട്ട്. ഞാനും ആദ്യം വിചാരിച്ചു ഒരു ബൈക്കിൽ കൂളായിട്ട് റെമോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പോഴും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ കറക്റ്റ് റെമോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലുക്ക് ഇങ്ങനത്തേക്ക് ആയതാണോ, അത് ആരെങ്കിലും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയതാണോ എന്ന് പറയാമോ? ആക്ച്വലി എനിക്ക് കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ചെറിയ വിക്രം സാറിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനന്ന് ഓർത്തു, അന്നൊന്നും എനിക്കിതുവരെ മുടിയൊന്നും വളർത്താൻ അങ്ങനെയൊന്നും പറ്റിയില്ല. പിന്നീട് ഇത് ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് ഇതായി. അപ്പം ഞാൻ ഓർത്തുന്ന ഈ റെമോ സ്റ്റൈലൊന്ന് പിടിച്ചാലോന്ന് ഓർത്ത്. അപ്പം ഒന്ന് കയറി പോന്നപ്പം എല്ലാവർക്കും ഭയങ്കര ഇതാണ് പറഞ്ഞപ്പോൾ കറക്റ്റ് റെമോ ലുക്കുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ എന്നോട് പറഞ്ഞു. എന്നെ കോളേജിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതാ, ഞാൻ അന്ന് സീരിയസ് ആയിട്ട് എടുത്തില്ലാന്നേ. എന്നെ പറഞ്ഞേ ആരൊക്കെ പോലെ പുറത്തു പറയാൻ കൊള്ളുന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയൂ അത്? ഇപ്പൊ വീഡിയോ വൈറലായതിനു ശേഷം ഇപ്പൊ ഈ റെമോ ലുക്കിലാണോ ഫുൾ ടൈം? അതെ അതെ, ഈ വീഡിയോ വൈറലായി കഴിഞ്ഞ പിന്നെ നമ്മുടെ കോട്ടയം റെമോ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. കോട്ടയം റെമോ. സ്ഥലം കോട്ടയമാണോ? കോട്ടയം ഏറ്റുമാനൂരിലെ റെമോ. എന്നതല്ലേ, സൂപ്പർ. ഓക്കെ. അപ്പം അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് എന്നെ തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫാൻസ്. ആക്ച്വലി വിക്രം സാറിന്റെ മോൻ കമന്റ് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും തിരിച്ചൊരു മെസ്സേജ് അയച്ചിട്ട് വിക്രം സാറിനെ നേരിട്ട് കണ്ടാൽ, കാരണം അതൊരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് ആണല്ലോ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണക്ഷൻ എവിടെയെങ്കിലും കിട്ടിയോ? ഇപ്പൊ സാറിന്റെ മോൻ എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയാ മറ്റേ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് എന്താ പറയാ നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമെന്നറിയില്ല. നമ്മളിപ്പോ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനൊക്കെ എളുപ്പമാണല്ലോ. പക്ഷെ അങ്ങനെ ഇറങ്ങണമെങ്കിൽ ഈ ലുക്ക് മാറ്റി റമീസിന്റെ ലുക്കിൽ വരേണ്ടി വരും അല്ലേ? റെമോയുടെ ലുക്കും ഉണ്ണി മൂന്നിന്റെ ശബ്ദവും. അതെ അതെ അതെ, അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഉണ്ണിമൂന്നന്റെ സൗണ്ട് പോലെ. ഇനി വേറെ ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഞാൻ ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് ഒരു KGF മറ്റേ റോക്കി ബായ് സ്റ്റൈൽ ഒന്ന് പിടിച്ചായിരുന്നു. നല്ല താടിയൊക്കെ വെച്ച് അത് പിടിച്ചു. അത് ഇത്രം എന്താ പറയാ അങ്ങ് വൈറലൊന്നും ആയില്ല. അങ്ങനെ പിന്നെ അത് മാറ്റി റെമോ ആണ് നമുക്ക് ടോപ്പിൽ. അപ്പൊ ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഓരോ ആൾക്കാരുടെ രൂപം ഇങ്ങനെ എടുക്കാറുണ്ടോ? അങ്ങനെയില്ല, വിക്രം സാറിന്റെ ഒരു ഈ മുടി ബാക്കിലേക്ക് കോമ്പ് ചെയ്താൽ ചിലപ്പോ അമ്പിയാവില്ലയോ? പിന്നെ തീർച്ചയായിട്ടും ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് കണ്ടോ, ഞങ്ങൾ നോക്കട്ടെ. അതാ പ്രിയ സുഹൃത്തുക്കളെ, റെമോ ഇപ്പോൾ ദാ അമ്പിയാവാൻ നിന്നും അന്യനിലേക്കുള്ള ദൂരം ചെറുത്. അമ്മച്ചേ സൈഡിന് കറക്റ്റാ. നന്ദിനി എന്റെ ഒന്ന് ഇഷ്ടമാണെന്ന് പറയൂ. നന്ദിനി സൈഡ് നോക്ക്. നന്ദിനി എന്റെ ഇഷ്ടമാണെന്ന് പറയൂ. നന്ദിനി എന്നെ വിട്ടു പോകാൻ അതെ, നന്ദിനി എന്നെ വിട്ടു പോകാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ അമ്പി അയക്കോ? അഞ്ചുകൊലേ ശരിക്കല്ലേ? ഇത്ര സ്വീറ്റ് ആവല്ലേ? ഐ തിങ്ക് റമീസിന് റെമോയും അമ്പി ആവാൻ പറ്റുള്ളൂ. അന്യൻ കുറച്ച് ക്യൂട്ട് ആയി പോകും. അത് നമ്മളൊരു വൈകുന്നേരം 7 മണി സമയത്ത് വീട്ടിൽ കയറി ചെന്ന് നോക്കിയാൽ മതി, എല്ലാരും അന്യം. ഇപ്പൊ എല്ലാം സെറ്റ് ആണുള്ളത്. ഇവരെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ വിളിച്ചോടെ തന്നെ അവർ നമ്മളോടൊപ്പം ഒന്ന് നടക്കാൻ പോലും അറിയാത്ത ഞങ്ങളുടെ കൂടെ ഇത്രയും വലിയ മോഡൽസ് നടന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വിക്രം സാറാ ഇവിടെ വന്നേന്നുണ്ടെങ്കിൽ അടുത്തതാരാ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണോ? ദാ നോക്കിക്കോ. മുക്കും കാട്ടുകിളി കക്കുന്നെന്തിനുള്ളം വനചാരതേ വരുത്താരനീ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ മത്തയ്ക്ക പോലെ. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്?
എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരും തേങ്ങയരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. ഞാനൊരു ഫാസ്റ്റ് ബൗളറാണ് സർ. ബാറ്റിങ്ങും മോശമല്ല. ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ടി വിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും. അടിപൊളി. സൗണ്ട് വന്നപ്പോഴാണ് ഇപ്പൊ അനീഷേട്ടനെ മനസ്സിലായത്. നമ്മുടെ നാട്ടുകാരനാണ്. ഞാൻ നിലയ്ക്കാവിലുള്ള അഖിലേട്ടന്റെ വീടിന്റെ അടുത്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുണ്ട്? ഓട്ടോ ഡ്രൈവറാണ്, സുഹൃത്താണ്. ജഗദീഷേട്ടൻ ശരിക്കും വന്ന് നിന്നതുപോലെ തോന്നി. താങ്ക് യു. ടിക്ടോക്ക് ഹിറ്റായി നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം തൊട്ട് കാണുന്നതാണ് ഈ ചേട്ടന്റെ വീഡിയോ. ടിക്ടോക്കിലൊക്കെ അന്ന് ആ സമയത്ത് എന്ത് വ്യൂസ് ആയിരുന്നു ഈ പുള്ളിയുടെ വീഡിയോ. ജഗദീഷേട്ടൻ നടക്കണ പോലെ തന്നെ ആ ഒരു ഫീലും വന്നു, ആ ഒരു ബോഡി മാനറിസം കാണാനും എക്സാക്ട് ജഗദീഷന്റെ ഒരു ലുക്ക്. പണ്ടത്തെ ജഗദീഷേട്ടൻ. എടാ അതുകൊണ്ടാണ് നമ്മള് പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായില്ലായിരുന്നു? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കാക്കക്കോയിലെ മറ്റേ സംഭവം കണ്ണാടി വെച്ച് ഞാൻ കണ്ടോണ്ട് നല്ല ചെയ്യും. അതൊന്നും ചെയ്യോ? കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് വെപ്പിയില്ലേ? ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യിൽ, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയില്ലെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച്. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ വെരി നൈസ്. അനീഷേട്ടൻ സാധാരണ ഇങ്ങനെ നടക്കുമ്പോ പോലും കറക്റ്റ് അതുപോലെ ഉണ്ട്. ഇത് ചെയ്ത് അങ്ങനെ ആയതാണോ അതോ പൊതുവെ ഇങ്ങനെ തന്നെ ആയിരുന്നു? നടത്ത സത്യത്തിൽ ഇങ്ങനെ തന്നെ, ആ പിന്നെ ബാക്കിയെല്ലാം ചെയ്ത് സത്യം നടത്തം ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം വണ്ടി സർവീസ് ചെയ്യാൻ പോയപ്പം ഓട്ടോയും കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോ ജഗദീഷ് ഏട്ട ഓട്ടോ ചെയ്ത് കയറി പോണ അതേപോലെ. ചേട്ടന്റെ ആഗ്രഹം ഈ സിനിമയിൽ അഭിനയിക്കണമെന്നാണ്, നടനാവണം. അതാണ്. നടനായില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്. നടനായില്ലേലും കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കുന്നത് ആഗ്രഹം. അല്ല, സിനിമയിൽ അഭിനയിച്ചാ നടനായല്ലോ. അപ്പൊ ചേട്ടൻ നടനാന്ന് പറയുന്നതിലല്ലേ കാര്യം? അങ്ങനെ മെയിൻ നടനാവണ്ടല്ലോ. പക്ഷെ ചേട്ടൻ അഭിനയിച്ചല്ലോ. അല്ല, അഭിനയിക്കുമ്പോ നടനായല്ലോ. അത് ശരിയാണല്ലേ. താക്കോലും മരുന്ന് ഡപ്പിൽ. ചേട്ടനിപ്പോ എത്ര നാളായി ഈ ഫിഗർ പിടിച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏതാണ്ട് ടിക്ടോക്ക് തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. ടിക്ടോക്കിൽ ഏതാണ്ട് ഒരു 200 സംതിങ് ഫോളോവേഴ്സ് ആയപ്പോഴാണ് കട്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ അതിൽ പൊളിയാ. ഇപ്പൊ ഈ കാണിച്ച പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് വീട്ടിലായിരിക്കുള്ള അച്ഛനമ്മ വൈഫ് 2 കുട്ടികൾ ആണ്. സൂപ്പർ. ഈ എനിക്ക് തോന്നുന്നു എ ഓട്ടോയിലും ഈ പറഞ്ഞ ജഗദീഷേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സാറിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല ഇതുവരെ. സാറ് വീഡിയോ കണ്ടിട്ടുണ്ടാവോ? വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഒരു ചേട്ടൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ബ്ലൂടിക്ക് വീണ് റിപ്ലൈ ഒന്നും ഇല്ല. നമുക്കത് എത്തിച്ചു കൊടുക്കണം. നമ്മൾ എന്തായാലും എത്തിച്ചു കൊടുക്കാം. ഈ എപ്പിസോഡിന്റെ ലിങ്ക് സാറിന് അയച്ചു കൊടുക്കാം. എന്തായാലും ശ്വേത ചേച്ചിക്കും അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അമ്മയുടെ പ്രസിഡന്റ് ആണ് ശ്വേത ചേച്ചി. അപ്പൊ ശ്വേത ചേച്ചി ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് പരിഗണിക്കണം ചേച്ചി. ഉറപ്പായിട്ട്. അപ്പൊ അനീഷേടാ, താങ്ക് യു സോ മച്ച്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനിയും വീഡിയോകൾ ചെയ്യണം. അങ്ങനെ ആഗ്രഹിച്ച പോലെ സിനിമയിൽ എത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ജഗദീഷേട്ടനും ഈ ഫ്ലോറിൽ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ വിക്രം സാറിനെ നമ്മൾ ഈ ഫ്ലോറിൽ കണ്ടു. അപ്പൊ ഇനി ഹിന്ദിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഹിന്ദിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നീരുന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ശ്വേത ചേച്ചിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചേച്ചി, ക്യൂട്ടി ദ ബ്യൂട്ടി ഷോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് എപ്പിസോഡിൽ ഇവിടെ സ്കിറ്റ് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പൊ ചേച്ചി ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് എപ്പിസോഡുകൾ പല പല രീതികളിൽ നമ്മൾ പല പല ഡ്രസ്സുകളിൽ വന്നിരിക്കുന്ന കുറച്ച് നിഷ്കളങ്കമായ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ എലീന, അഖിൽ, ശ്രീവിദ്യ, ആലിസ്, അഖിൽ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല ചേച്ചി ഈ ഒരു പൊസിഷനിലേക്ക്?
ഇത് നമ്മളാണ്. അല്ല അല്ല അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതായത് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. ഇത്രയും എപ്പിസോഡിൽ നമ്മൾ നിന്നിട്ടുണ്ട്. ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു 10 കോമഡികളും ഞാൻ എല്ലാ എപ്പിസോഡും നേരത്തെ പറയണ്ടേ? ഇവിടെ 10 കൗണ്ടർ കുടുങ്ങി കിടക്കുന്നു. ഞാൻ ഓണത്തിന് കീച്ചാൻ വെച്ച ഒരു സിംഗിൾ തിരുവാതിര ഉണ്ടായിരുന്നു. ഇന്ന് ചെയ്തേനെ. അത് കുഴപ്പമില്ല. പിന്നെ രാത്രി വീട്ടിൽ പോയിട്ട് കീച്ച് അവിടെ നിന്നെ ഇന്നത്തെ വേസ്റ്റ് ആക്കിയത്. എക്സ്ക്യൂസ് മീ ഗൈസ്, ഞാനൊന്ന് റിക്വസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി അക്സെപ്റ്റ് പോലും ചെയ്തിട്ടില്ല. അല്ല ശരിയാ ചേച്ചി, പലരും നമ്മുടെ മുമ്പിൽ സോപ്പും സോപ്പ് പൊടിയും കാർ വാഷ് ഒക്കെ കൊണ്ടുപോകുമ്പോ കണ്ണീരണിഞ്ഞ് പലപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചു? ഞാൻ ഇരന്ന് വാങ്ങിയിട്ടുണ്ട് ചേച്ചി. കാർ വാഷ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ ചേച്ചിയുടെ കൈകൊണ്ട് തൊപ്പിയെടുത്ത് തലേ വെക്കണ സ്വപ്നം കണ്ടിട്ടുണ്ട് ചേച്ചി. എന്നിട്ട് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ആ പൂക്കുറ്റി പൊട്ടുന്നത്. ചേച്ചി എനിക്ക് ആഗ്രഹമൊന്നുമില്ല, അംഗീകാരം ഉള്ളതാണെങ്കിൽ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരു തവണ എങ്കിലും ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഓവർ വിനയോ എളിമയും കാണിക്കുന്നവരെ ഇതിൽ പരിഗണിക്കണ്ട, പുറത്താക്കാൻ. ഞങ്ങൾക്ക് ഒരു നാളല്ലോ കുറച്ചു നേരത്തെ അടുത്ത കൂട്ടുകാരിയായിരുന്നല്ലേ. അല്ല ചേച്ചി എന്ത് പറയുന്നു? അത് എനിക്കൊന്ന് അല്ല എനിക്ക് തോന്നുന്നത് എന്നോടും ജാസ്തി അർഹതപ്പെട്ട ആൾക്കാരാണ് ഈ നമ്മുടെ പ്രേക്ഷകർ. അയ്യോ. അപ്പോ ജയലക്ഷ്മി ആൻഡ് ടീം, നിങ്ങൾ പറയൂ, നമ്മളുടെ ഈ 5 ആൾക്കാർ ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യണോ? ജയലക്ഷ്മി എപ്പോഴും നെക്സ്റ്റ് ബേസ് ബൈ എപ്പോഴും നമ്മൾ കോമ്പറ്റീഷന്റെ ബേസിലാണ് നമ്മൾ ഇത് കൊടുക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു റിക്വസ്റ്റ് നല്ലതാണ്. പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ടോ? ഞാൻ ചെയ്താൽ പിന്നെ അതൊരു പാർഷ്യാലിറ്റി ആവോ എന്നൊക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഈ 4 പേരും ഈ അലീന ഉൾപ്പെടെ 5 ആൾക്കാർ എന്നെ അവിടെ ചെയ്യണോ? ചെയ്യണം. അതെ, ഞങ്ങൾക്ക് എന്താ ട്രീറ്റ്? ആദ്യം ഞാൻ ഒരു അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു സോപ്പിന്റെ പകുതി നിങ്ങൾ എടുക്കും, പകുതി നമ്മൾ എടുക്കും. വേണ്ട, ഞങ്ങൾക്ക് കിട്ടി, സോപ്പ് കിട്ടി. കാർ വാഷ് കാർ വാഷ് വീണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്കൊരു 3 സെക്കൻഡ് തന്നാ മതി. ഞാനായിരുന്നു ഇവിടെ ജയലക്ഷ്മിയുടെ പേര് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി, നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഈ ഒരു സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന്. എന്റെ 3 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ തുടക്കത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ, ചുമ്മാ പറഞ്ഞാണ് ഇവര്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്ക് എല്ലാ പെങ്ങന്മാരാണ്. അപ്പൊ നോക്കിയിട്ട് കൂടിയില്ല. അപ്പൊ ഹി വാസ് നോട്ട് പ്രസന്റ് ഹിയർ. താങ്ക് യു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ജയിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ടീമിൽ ചേരും. നിങ്ങൾക്ക് ഞാനൊരു മുതൽക്കൂട്ടായിരിക്കും. അതൊരു ഇതുപോലെ തോന്നിക്കുന്നില്ലയോ? എനിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാരും ഇതല്ലേ പറഞ്ഞേ, എന്റെ വീട്ടിൽ ഞാൻ ഇന്ന് എന്ത് കൊണ്ടുവരും, എന്ത് പാപ്പം കൊണ്ടുവരും, എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരും പറഞ്ഞ് കണ്ണീര് ഒളിപ്പിച്ച ഒരു ഭർത്താവ് കഴിയുന്നുണ്ട്. ഒരു ഹാൻഡ് വാഷ്, ഒരു സോപ്പ്, ഒരു ചീപ്പ്, ഒരു കണ്ണാടി, അതില്ലാണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. പ്രശ്നമാണ്. അവിടെ സത്യത്തിൽ ഗ്ലാസോ വേറെ എന്തെങ്കിലും സാധനം കയറുള്ളൂ. രാത്രി ചെല്ലുമ്പോ അവൻ ചോദിക്കുന്നത് അതാണ്. അത് ഇവർക്ക് തരാനുമില്ല. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ തീരുമാനം. കിട്ടൂല. ഒന്ന് തീരുമാനിക്കോ? തേങ്ങ പറയുന്നു എന്ത് പറയുന്നു ജയലക്ഷ്മി? ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് സ്ഥിതിക്ക് അല്ലേ പരിഗണിക്കാമല്ലേ ചേച്ചി? അതല്ലേ, അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ കൂടിയിട്ട് ഒരു ചർച്ച ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് തരാണ്. ഒരു ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. നമ്മളുടെ ഈ 5 ആൾക്കാരിൽ നിങ്ങൾ നോക്കി, നിങ്ങൾ അവിടെ ചർച്ച ചെയ്യൂ. മൈക്കെല്ലാം മാറ്റി വെച്ച് ഒരു ചർച്ച ചെയ്യൂ. ചർച്ചയുടെ സമയം ഇവര് യെസ്, 4 പേരൊന്ന് അങ്ങോട്ട് വരൂ പ്ലീസ്. ടിക് ടിക് 1, ടിക് ടിക് 2. ടെൻഷൻ ആവുന്നു കേട്ടോ. ഒരേല പറിച്ചു തരുന്നു. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി യെസ് ജയലക്ഷ്മി. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇസ് ദി ഫേസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സ്, എലീന. സന്തോഷിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ എലിയിലേക്ക് കൊടുത്ത ഒരു പ്രാങ്കാണ്. എനിക്ക് എലിയിലേക്കാണ്. എന്റെ അടുത്ത് പലവട്ടം ചോദിച്ചു വേണോ വേണം. അപ്പൊ ഞാനല്ല, അവളാണ് ആദ്യം വന്നത്. അവക്ക് മതി. ജയലക്ഷ്മി പറഞ്ഞു, ജയലക്ഷ്മി എന്നോട് പറഞ്ഞിട്ട് പേഴ്സണലി ചേട്ടനാണ്, പക്ഷെ ഞാൻ പറഞ്ഞു ഒരിക്കലും പോളെ അങ്ങനെ ചെയ്യരുത്, എലീനയ്ക്ക് കൊടുക്കും. അത് മാത്രമല്ല ചേട്ടനോട് പറഞ്ഞത് ഞാൻ കേട്ടു. വിവാദം
അല്ല ഇതൊക്കെ വച്ചിട്ട് രാവിലെ 7 മണി 8 മണി തൊട്ട് രാത്രി 10-12 മണി വരെ എത്താത്ത ഉടുപ്പിട്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഈ അസിസ്റ്റൻസ് എത്ര പേരെന്ന് പറയാ കൊട്ടൻ ചുക്കാതി തൈലവും കൊണ്ട് അവിടെ കിടന്ന് കറങ്ങുന്നത്. നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്. പ്രായമായെങ്കിലും ഇത്രയും Serious ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. അത് ഇത് prank ആണോ? നോട്ട് പ്രോബ്ലം. പിന്നെ ഓക്കെ, അപ്പൊ ഞാനും എന്റെ പിള്ളേരും ചെയ്ത പ്രാങ്കിൽ എലീനെ വിടിയിരിക്കുന്നു. അപ്പൊ ആര് ശരിക്കാരെന്ന് അപ്പൊ ജയലക്ഷ്മി കൊടുക്കട്ടെ. ഇത് ഏതോ പ്രാങ്ക്? അപ്പൊ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ് ഇന്നത്തെ മെയിൻ ആരാണ്? എലീന. ഞാൻ തന്നെയാണോ? പ്രാങ്ക് അയ്യോ, ഈ മ്യൂസിക് ഇട്ട് വരില്ല, ഞാൻ ചത്തു. നിനക്കൊന്ന് കരഞ്ഞൂടെ? എല്ലാരും അങ്ങനെ കര ഇല്ല, എടി കരയുന്ന്. ഞാൻ കരയില്ല. കരയുന്ന്. അപ്പം ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ഇന്നത്തെ മെയിൻ എലീന പടിക്കൽ, ശ്വേത ചേച്ചി ഹാമ്പർ കൈമാറുന്നതായിരിക്കും. Thank you. ഒരുപാട് സന്തോഷമുണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഹാമ്പർ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ക്രൗൺ തന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. കാരണം വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. ഞാൻ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചെണ്ട പോലെ തന്നെ അടിക്കാറുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കിട്ടിയിട്ട് കിട്ടാത്തവരുടെ ബാക്കിയുള്ളത്ര വിഷമമുണ്ടല്ലോ. അത് എന്താണ് അല്ല, അത് നീ ആ ഹാമ്പർ കൊടുത്തില്ലേ? അപ്പൊ മുഖത്ത് വ്യക്തമായി. നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങളുടെ ഈ ടീമിന്റെ കൂടെ വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് പോലും നമ്മൾ നടക്കുമ്പോഴും ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ വന്നപ്പോൾ എന്താണെന്നറിയില്ല, ഒരു പൊസിഷനൊക്കെ നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. സോ ഇറ്റ് വാസ് സോ ഗുഡ്. ഓൾസോ ഇനി നിങ്ങളൊക്കെ തിളങ്ങുന്ന ഞങ്ങൾക്ക് കാണണം. നിങ്ങളെയൊക്കെ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ റാംബോക്കിലൊക്കെ ഇരിക്കട്ടെ. അവിടെയൊക്കെ നമുക്ക് ക്ഷണം കിട്ടട്ടെ. അതാണ് ആദ്യത്തെ സംഭവം. അപ്പൊ എന്തായാലും വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ ഈ കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും കിരീടങ്ങൾ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ എനിക്ക് തന്നെ ആശംസിച്ചുകൊണ്ട്, അങ്ങനെ ആശംസിക്കാൻ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത് വെക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അടുത്ത ദിവസം കാണാം. അമ്മ അപ്പ കിട്ടി അളിയോ സാധനം. ശരി, അപ്പൊ എന്തായാലും അടുത്ത ദിവസം കാണാതിരിക്കും. ബൈ ബൈ. താങ്ക് യു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു പ്രേക്ഷകരെ.